എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജു രാജൻ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ്. അതായത് ഞാനും അമ്മയും കൂടെ ഒരു ചെറിയൊരു ബിസിനസ് വീട്ടിൽ ചെറിയ രീതിയിൽ ഒരു കുടിൽ വ്യവസായം എന്ന് പറയുന്ന ലെവലിൽ ചെയ്യുന്നൊരു സമയം. അന്ന് ടെക്സ്റ്റൈൽസ്, അതായത് ചുരിദാർ മെറ്റീരിയൽസ്, ടോപ്സ്, അങ്ങനത്തെ പ്രൊഡക്ട്സ് ആയിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് അവിടെ സ്റ്റിച്ചിങ് യൂണിറ്റ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ യൂഷ്വലി ഞാനും അമ്മയും കൂടിയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. തിരുപ്പൂർ, കോയമ്പത്തൂർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലും ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ, ബ്ലൂ കളർ, അങ്ങനത്തെ എല്ലാം കളേഴ്സാണ്. കാരണം എനിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക്, ബ്ലൂ. ഇപ്പോൾ ഞാനിടുന്ന ഡ്രസ്സസ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മിക്കവാറും ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും. കൂടുതൽ ഇഷ്ടം അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് എടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി, വിൽക്കാനായിട്ട് തുടങ്ങി. വിൽക്കാനല്ല, പ്രോഡക്റ്റ് ഷോപ്പിൽ വെക്കാനായിട്ട് തുടങ്ങി. നിർഭാഗ്യവശാൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ സാധനങ്ങൾ വിറ്റ് പോകുന്നില്ല. പ്രോഡക്റ്റ് ക്വാളിറ്റി നല്ലതാണ്, റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ സാധനം വിറ്റ് പോകുന്നില്ല. പിന്നീടാണ് കാര്യം മനസ്സിലാക്കിയത്, നാട്ടുകാർക്ക് എനിക്ക് ബ്ലൂ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇവിടെ ഞാൻ നോക്കിയത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. അത് ഒരു വലിയൊരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടി. പലപ്പോഴും ബിസിനസ്സുകാർക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നമ്മുടെ നാട്ടിൽ പലരും അത്തരത്തിലുള്ള അബദ്ധത്തിലേക്ക് വന്ന് വീണ് ചാടിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ കയറി അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നിങ്ങളുടെ പല തീരുമാനങ്ങളും, നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും സ്വാധീനിക്കപ്പെടുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലെടുക്കുന്നത്. അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെയാണോ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നത്, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഏത് രീതിയിൽ നമുക്ക് മാറ്റാനായിട്ട് കഴിയും, ഈ വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ജീവൻ നമ്മുടെ കൂടെയുണ്ട്. ജീവൻ, നമസ്കാരം. ജീവൻ ഈ ബിഹേവിയറൽ സയൻസിൽ ഒരു എക്സ്പേർട്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ പേഴ്സണാലിറ്റി, എന്താണ് ഈ ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? സിജു ആദ്യം തന്നെ പറഞ്ഞിട്ട് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എന്താ ഇത് പറയാനുള്ള ഇത് റൈറ്റ് എന്ന് ചോദിക്കാം. 2013 മുതൽ നമ്മൾ ലൈഫ് സ്കിൽ കോച്ചിങ് മേഖലയിലുണ്ട്. അപ്പം അന്ന് തൊട്ടേ നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും തോന്നും. അപ്പോൾ നമുക്ക് ആദ്യം പേഴ്സണാലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ബ്രാൻഡിൻ്റെതാണെങ്കിലും ഒരു വ്യക്തിയുടേതാണെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഡെഫിനിഷൻ വായിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ എങ്ങനെയാണ്? പേഴ്സണാലിറ്റി ഓർ ബ്രാൻഡ് പേഴ്സണാലിറ്റി ഇസ് എ കളക്ഷൻ ഓഫ് ഇമോഷണൽ, ഇന്റലക്ച്വൽ ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ യൂണിക് ടു എ ബ്രാൻഡ് ഓർ പേഴ്സൺ ആൻഡ് കൺസിസ്റ്റന്റ് ഓവർ ടൈം. In short, your brand personality is how you would describe your brand if it were a person. ഇതാണ് അതിൻ്റെ ഐഡിയ. അതായത് നമ്മുടെ ഇമോഷണൽ, ഇന്റലക്ച്വൽ ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ, ടേം വളരെ ഇമ്പോർട്ടൻറ്റ്, പാറ്റേൺ. കാര്യം ഇത് നേരത്തെ പറഞ്ഞു, ഞാനും അമ്മയും എപ്പോഴും ചൂസ് ചെയ്യുക ഈ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, എപ്പോഴും അതൊരു പാറ്റേൺ ആണ്. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പലരുടെ ക്യാരക്ടർ നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ചില ഇവൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൻപുറത്തൊക്കെയാണ്, നമ്മൾ ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ പല സിനിമകളും കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. കാരണം ഇവരുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർ എല്ലാത്തിനും ഓടിച്ചേർന്ന് നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ചിലർ എല്ലാത്തിനും പോയി തോണ്ടി അഭിപ്രായം പറഞ്ഞ് വഴക്കുണ്ടാക്കി. ഇതിവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു പാറ്റേൺ ആണ്. ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു പാറ്റേൺ നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോന്നും പലതും അങ്ങോട്ടും കോൺട്രഡിക്റ്റിംഗ് ഒക്കെയാണ്, പക്ഷെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ബ്രാൻഡിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇതും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എന്ത് ബേസിക്കലി പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊരു ചോദ്യമുണ്ട്. ഓഫ്കോഴ്സ് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നേച്ചറും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ സിജു പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി ഈ ബ്രാൻഡിനെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. യെസ്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ആയിരിക്കും നമ്മുടെ ബ്രാൻഡിനും വരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യമുള്ളത്, ഈ ബ്രാൻഡുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പേഴ്സണാലിറ്റീസ് പൊതുവേ ഉണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡിന് പേഴ്സണാലിറ്റിയുടെ ആവശ്യമുണ്ടോ? റൈറ്റ്, നമുക്ക് എല്ലാവർക്കും പേഴ്സണാലിറ്റി ജന്മന അല്ലെങ്കിൽ ജനിച്ച് നമ്മുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് രൂപപ്പെട്ട് വരുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം,
ഇതേപോലെ ബ്രാൻഡിന് ഒരു പേഴ്സണാലിറ്റിയുടെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ബ്രാൻഡിന് പേഴ്സണാലിറ്റി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ ബ്രാൻഡിനും ഒരു പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായി വരും. നമ്മൾ ഓരോ അത് എഗെയിൻ ഒരു ചോദ്യം കൂടി ഞാൻ അതിനോടൊപ്പം ആഡ് ചെയ്യണം. ഇപ്പം ഉണ്ടായി വരും എന്ന് പറഞ്ഞു, അതിനെ ഡെഫിനറ്റ്ലി നമ്മുടെ സ്വഭാവം വലിയ രീതിയിൽ ഓൺടർപ്രണർ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറിന്റെ സ്വഭാവം വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, റൈറ്റ്? ഇത് എൻ്റെ സ്വഭാവം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഈ മോശം സ്വഭാവം ആയിരിക്കില്ല ബ്രാൻഡിനും വരുന്നത്. നമുക്ക് എങ്ങനെ ഇതിനെ പരുവപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും? എൻ്റെ സ്വഭാവം എനിക്ക് മാറ്റാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ സ്വഭാവം മാറ്റിയാൽ മതി, എന്ത് ചെയ്യാൻ കഴിയും? അല്ല, ഇതിൽ ഈ നല്ല പേഴ്സണാലിറ്റി മോശം പേഴ്സണാലിറ്റി എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് പറയാനുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു സംഭവമില്ല. എൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് നല്ല പേഴ്സണാലിറ്റി ആയിട്ട് തോന്നും. ഞാൻ കംഫർട്ടബിൾ ആണ്, ഞങ്ങൾ തമ്മിൽ വഴക്കില്ല, എൻ്റെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ഓക്കെ, ഇയാൾ നല്ല ആളാണ് എനിക്ക് തോന്നും, ഞാൻ അയാൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അപ്പം നല്ലത് മോശം ഒന്നുമില്ല, പക്ഷെ ഇത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ പറഞ്ഞ നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത്തരത്തിലൊരു പേഴ്സണാലിറ്റി ആയി എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യക്തിയുടെ ട്രേറ്റ് അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് വരും. കാര്യം തീർച്ചയായിട്ടും ഇദ്ദേഹമാണ് നടത്തുന്നത്. കാര്യം നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ആപ്പിളിന്റെ ആ ട്രേറ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സിന്റെ പേഴ്സണാലിറ്റിയുടെ വലിയ ട്രേറ്റ് അതിനുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിന്റെ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. കാര്യം അവരുടെ പല പ്രൊഡക്ട്സും നമുക്ക് ഈ റിപ്പയറബിൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കാര്യം പുള്ളി പണ്ടോട്ട് എല്ലാം ക്ലോസ്ഡ് ആക്കി വെക്കണം, അല്ല ഒരു സീക്രട്സി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അതിന് വരും. തീർച്ചയായിട്ടും ഈ ബ്രാൻഡിനെ ഇത് നല്ല രീതിയിലും മോശം രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പൊതുവെ ബ്രാൻഡ് പേഴ്സണാലിറ്റി ഫ്രെയിംവർക്ക് എന്നൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ യൂഷ്വലി ബ്രാൻഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബ്രാൻഡ് ഏത് സെഗ്മെന്റിൽ വരും. അപ്പം നമുക്കൊരു മെയിൻ ആയിട്ട് 5 കാറ്റഗറി എടുത്തിരിക്കാം. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഫ്രെയിംവർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇപ്പം ജിനു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ബ്രാൻഡിന് പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരുന്നുള്ളത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ ബിസിനസ് ചെയ്യുന്ന ആളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അവനെ അറിയണമെന്നില്ല. ഇപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി തന്നെ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ തന്നിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ജീവൻ അത് ഡീബ്രീഫ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് ഫ്ലെക്സ് ചെയ്യാനുമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത ഒരു ബ്രാൻഡ് ബിൽഡറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബ്രാൻഡായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ആദ്യം ഇങ്ങനെ അസസ്മെന്റിലൂടെ കടത്തിവിട്ട ശേഷമായിരിക്കും ഇതിലേക്ക് പോവുക. കാര്യം ഇവരിത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതല്ല, ഏതൊരു ബിസിനസ്സുകാരനും ഏതൊരു വ്യക്തിയും ഒരു അസസ്മെന്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പേഴ്സണാലിറ്റി തിയറീസ് ഉണ്ട്. നമ്മൾ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന നമുക്ക് ഓരോ ഇതനുസരിച്ച് ഒന്ന് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ പല തിയറീസും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്ന തിയറിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. അപ്പം അതിൽ തന്നെ നമുക്ക് 2 രീതിയിൽ എടുക്കാം സിജു. അതായത് നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പം ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ഈ സംഭവം നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് നമുക്ക് പറയാം. അതേസമയം നമുക്ക് ഹെറിഡിറ്റി വഴി വരുന്ന കുറെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പം പല തിയറി, ജൂങ്ങിന്റെ ഒക്കെ തിയറി അനുസരിച്ച് 8 എണ്ണം ഉണ്ട്. 4 എണ്ണം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വരുന്നതാണ്, 4 എണ്ണം അല്ലാണ്ട് ഹെറിഡിറ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ പക്കാ സയന്റിഫിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സയന്റിഫിക് ആണ്. പക്ഷെ ഇതൊക്കെ പല കോൺട്രാഡിക്റ്റിംഗ് തിയറീസ് ഉണ്ട്. ഇതൊക്കെ തിയറീസ് ആണ്, അൾട്ടിമേറ്റ്ലി ഒരു ലോ ഒന്നുമല്ല. പക്ഷെ ഇത് നമുക്കൊരു ഫ്രെയിം വർക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ അതിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് അതിനങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ ഇത് കൊള്ളാം, ആ രീതിയിൽ ഒരു എല്ലാത്തിനും ഒരു ഓർഡേഡ് മെഷർഡ് മാനറിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇത്തരത്തില് അത്തരത്തിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ കടന്നുപോയിട്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ മാറ്റാൻ ശ്രമിക്കുക. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ബ്രാൻഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എക്സാക്ട്ലി. റൈറ്റ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ലോകത്തിലെ വലിയ ബ്രാൻഡുകളുടെയൊക്കെ പേഴ്സണാലിറ്റീനെ നമുക്ക് ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സെഗ്മെൻറ്റ് വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 രീതിയിലാണ് നമുക്ക് അത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയെ കാണാനായിട്ട് കഴിയുക ബ്രാൻഡുകളുടെ. ഏതൊക്കെയായിരിക്കും ജീവൻ അത്തരത്തിൽ ഓരോന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ? നമുക്ക് ആദ്യം തന്നെ സിൻസിയർലി അല്ലെങ്കിൽ സിൻസിയറിറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നമുക്ക് ഈ ബ്രാൻഡ് കേൾക്കുമ്പോൾ നമുക്കൊരു സിൻസിയറിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു ഡൗൺ ടു എർത്ത്,
ഒരു പാവത്താൻ, ഓണസ്റ്റ്, ചിയർഫുൾ, അത്തരത്തിലുള്ള ഒരു ഒരു ആള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബ്രാൻഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിസ്നി, ആമസോൺ, കാഡ്ബറി ഒക്കെ അത്തരത്തിലുള്ള ഒരു ബ്രാൻഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. വളരെ ഡൗൺ ടു എർത്ത്, ആ രീതിയിലുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ബ്രാൻഡ്. ഇവരൊക്കെ സിൻസിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡിസ്നി കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി അതിനകത്ത്, എക്സൈറ്റ്മെന്റ് ഫാക്ടർ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതെ അതെ അതെ. അപ്പം അങ്ങനൊരു ബ്രാൻഡ്. ദെൻ ഇതിനകത്ത് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ് വരുന്ന സമയത്ത് ഒരു നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ പറയാം. അതെ. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ എല്ലാ പേഴ്സണാലിറ്റി ട്രേറ്റ്സും എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇതിന്റെ പേഴ്സൻറ്റേജ് വ്യത്യാസമായിരിക്കും. അപ്പം ഇതുപോലെ ബ്രാൻഡ്സിനും അത് ബാധകമാണ്. അപ്പോൾ സിജു പറഞ്ഞാൽ ഈ എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിലുണ്ട്, പക്ഷെ അതിന്റെ പേഴ്സൻറ്റേജ് മറ്റ് അതിനെക്കാട്ടും മുൻകി നിൽക്കുന്ന ബ്രാൻഡുകൾ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല എന്നുള്ളൂ. ഇനി സിജു പറഞ്ഞ എക്സൈറ്റ്മെന്റ് വരുന്ന ബ്രാൻഡുകൾ, അതായത് കുറച്ചും കൂടെ ഒരു ഇമാജിനേറ്റീവ്, അപ് ടു ഡേറ്റ് അത്തരത്തിൽ വരുന്ന ഒരു ഡെയറിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് നമുക്ക് ടെസ്ല വേണമെങ്കിൽ പറയാം, റെഡ് ബുള്ള്, നൈക്കി, കൊക്കോളയൊക്കെ അത്തരത്തിൽ വരുന്ന ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ഒരു ബ്രാൻഡാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കോമ്പീറ്റൻസ് എന്ന് പറയാം, നമുക്ക് വളരെ റിലയബിൾ, ഇന്റലിജന്റ്, സക്സസ്ഫുൾ എന്നൊക്കെ രീതിയിൽ കൊണ്ടുവന്ന രീതിയിലുള്ള ബ്രാൻഡുകൾ, നമ്മളെ വോൾവോ, ഗൂഗിൾ, ഇന്റൽ, മൈക്രോസോഫ്റ്റ് ഒക്കെ പോലത്തെ ബ്രാൻഡുകൾ. അതാണ് അവരുടെ ഒരു ട്രേറ്റ്. ഇനി അടുത്ത ഒരു സൊഫിസ്റ്റിക്കേഷൻ ആണ്, ഒരു അപ്പർ ക്ലാസ് ചാമിങ് ഒക്കെ ആയിട്ടുള്ള ബ്രാൻഡുകൾ. ഓഫ്കോഴ്സ് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമ്മളെ ആപ്പിള്, റോളക്സ് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ. കാര്യം അതിനൊരു അവർ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഒതുക്കെ തന്നെയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ അവർ ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ വരുന്ന ഒരു റെഗഡ്നെസ് ആണ്, അതായത് നമുക്കൊരു ഒരു മസ്കുലാർ ഫീൽ വരുന്ന ജീപ്പോ അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊള്ളാം, ഇങ്ങനത്തെ ഒരു നമുക്ക് ആ മനസ്സിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അതെ, ഒരു താടിയൊക്കെ ആയിട്ട് ഒരു മസിൽമാനൊക്കെ ബുള്ളറ്റിലിരിക്കുന്ന ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു കാരണം അത്തരത്തിലുള്ളവരെ ഇത് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി ബ്രാൻഡിനെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിലത്തെ കാര്യം. റൈറ്റ്. അപ്പോൾ ഈ ഒരു 5 രീതിയിലാണ് പൊതുവെ ഉള്ളത്. ഇത്തരത്തിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്യുന്ന സ്റ്റേജാണ് ശരിക്കും ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിതിൻ്റെ ടോൺ ഓഫ് വോയിസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ടോണിലല്ല ജീവൻ സംസാരിക്കുന്നത്, ഞാൻ സെഷൻ എടുക്കുന്ന ടോണിലല്ല ജീവൻ സെഷൻ എടുക്കുന്നത്, മറ്റൊരു ട്രെയിനർ സെഷൻ എടുക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അത് ഞങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസൈഡ് ചെയ്തിട്ട് വേണം, ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കും അത് ഡിസൈഡ് ചെയ്യേണ്ടത്. റൈറ്റ്. ഞാൻ ഇടുന്ന ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ഡ്രസ്സിങ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇടുന്നതും ജീവൻ ഇടുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം സെൻസ് ഉള്ളവർ തന്നെയാണ്. അത് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്, ജീവൻ്റെ സ്വഭാവത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള, അതായത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലിവിങ് ആയിട്ടുള്ള ജീവനുള്ള വസ്തുവാണ്, നമ്മൾ അങ്ങനെ നെർച്ചർ ചെയ്ത് വരികയാണ്. പക്ഷേ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ്. അത് സ്വയം അങ്ങ് വളരില്ല ഒരു സ്റ്റേജ് എത്തുന്നത് വരെ, അതിനുശേഷം വളർന്നോളും. അപ്പം ഇവിടെ നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. സോ ഇതിൻ്റെ പേഴ്സണാലിറ്റി എന്താണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള രൂപം നമ്മൾ കൊടുക്കുന്നു. ലോഗോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എല്ലാം ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള പേര് നമ്മൾ കൊടുക്കുന്നു. അപ്പം വളരെ നല്ല റഫായിട്ടുള്ള, അപ്പം ജിയോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹാർലി ഡേവിഡ്സണിൽ ഇരിക്കുന്ന ആ മീശയും നല്ല മസിലൊക്കെ ഉള്ള ഒരാൾക്ക് നമ്മൾ വാവ സുരേഷ് എന്നിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പേര് ഉണ്ടാവുക, റൈറ്റ്? അപ്പോൾ അതൊരു കുറച്ച് ഓമനത്തുള്ളൊരു പേരാണ്, അത് ഈ മനുഷ്യന് ചേരത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ പേരിൻ്റെ കാര്യത്തിലും, പേര് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിലും, ലോഗോ ഡിസൈഡ് ചെയ്യുന്നതിലും, ഈ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോൺ ഓഫ് വോയിസ്. ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ തന്നെ അതിനകത്ത് ഈ ക്യൂട്ട് എന്നുള്ള വേർഡ്, ക്യൂട്ട് എന്ന് പറയുന്ന ടെർമിനോളജി, ഒപ്പം തന്നെ അത്തരത്തിലുള്ള സോഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെർമിനോളജി, അത്തരത്തിലുള്ള ടെർമിനോളജി ഒന്നും അവർ യൂസ് ചെയ്യത്തില്ല. അവർ വളരെ റഫായിട്ടുള്ള ടേംസ് അവർ യൂസ് ചെയ്യത്തുള്ളൂ. അതൊരു ടോൺ ഓഫ് വോയിസ് ആണ്. ആ ടോൺ ഓഫ് വോയിസ് നമുക്കുമുണ്ടല്ലോ അത്തരത്തിൽ. ശശി തരൂർ സംസാരിക്കുന്ന ആ ഒരു യൂസ് ചെയ്യുന്ന വേർഡ്സും ടെർമിനോളജീസും അല്ല നമ്മുടെ നാട്ടിലെ മറ്റൊരു വ്യക്തി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മളെ ഈ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബ്രാൻഡ് ആണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. സ്റ്റീവ് ജോബ്സിന്റെ പേഴ്സണാലിറ്റി തന്നെ ബ്രാൻഡിന് വന്നു, പക്ഷെ അത് മാച്ച് ചെയ്ത് പോയി. അവർക്ക് അത് കുറച്ചും കൂടെ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വളരെ കാമായിട്ട് ഒരു കാം ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പം അത്തരത്തിൽ ഒരു കാം ലൈഫ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവത്തിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡാന്ന് വിചാരിക്കാം. വളരെ കാം, അത്തരത്തിലുള്ള ഒരു
സ്പിരിച്വൽ ലെവൽ അങ്ങനെ നിൽക്കുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ ഇത് രണ്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് കുറച്ചും കൂടെ ഈസിനെസ് ഉണ്ടാവും അതിനകത്ത്. ഓഫ് കോഴ്സ് ഈ നമ്മുടെ കസ്റ്റമർ സെഗ്മെന്റുമായിട്ട് ബ്രാൻഡ് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പ്രശ്നം. അപ്പം നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം അതാണ്. റൈറ്റ്. സോ നമ്മൾ ഈ ബ്രാൻഡിങ്ങിൻ്റെ സ്റ്റേജിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സാധനം ഈ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫിക്കേഷൻ തന്നെയാണ്. അതിനനുസരിച്ചിട്ടാണ് ഓരോ സ്റ്റേജസും ഓരോ ഡിസിഷൻസും നമ്മൾ ഓർഗനൈസേഷനകത്ത് എടുക്കേണ്ടതും സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യിക്കേണ്ടതും അതെല്ലാം അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചിലവർക്കൊക്കെ നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് ചില കമ്പനീസിന് നമ്മൾ ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ റിപ്ലൈ എല്ലാം ആ രീതിയിലാണ്. അവരുടെ ചിലവർ നമസ്കാരം എന്ന് പറയും, ചിലവർ ഹേയ് ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതെല്ലാം അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ആ കൾച്ചർ ഉണ്ടാകുന്നത് പേഴ്സണാലിറ്റിയിൽ നിന്നാണ്. എപ്പോഴും പറയല്ലേ, ഹോസ്റ്റിഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ചാറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ. വളരെ ഫ്രണ്ട്ലി ആണ് അവര്. നമ്മുടെ ട്രോളിംഗ് ഒക്കെ നമുക്ക് അയക്കും. ഈവൻ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കും, ഡിസ്കൗണ്ട്. ഞാൻ പലപ്പോഴും പോയിട്ട് ഫ്രീ ആയിട്ടൊക്കെ സാധനം ചോദിക്കും, ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ തരും. അപ്പൊ അങ്ങനത്തിലുള്ള ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, അന്തർധാര വളരെ സജീവമാണ്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രാൻഡ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് പറയാൻ. ധാരാളം ഉണ്ട്. നമ്മൾ ഒരു ചെറിയൊരു ഐഡിയ തന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം ബ്രാൻഡിങ്ങിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബ്രാൻഡിസത്തിൻ്റെ സർവീസുകൾ, അതായത് നമുക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ബ്രാൻഡ് കൺസൾട്ടേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളതിനകത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് കൺസൾട്ടിങ് ഉപദേശം മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈറ്റ്, A to Z കാര്യങ്ങൾ. ഒപ്പം തന്നെ ബിസിനസ് രജിസ്ട്രേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഒപ്പം തന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്. റൈറ്റ്, ഈ സർവീസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഈ വീഡിയോയ്ക്ക് ഇടയിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാനായിട്ട് കഴിയും. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, www.brandisam.com. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ജീവൻ സൈനിങ് ഓഫ്. ബൈ.